ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാർ വെക്കാനായിട്ട് കാരണം എന്താണെന്ന് ഉച്ചയ്ക്കത്തേനും കൂടി എടുക്കാമല്ലോ എന്ന് ഓർത്താനാണ്. ഇന്ന് ഒരുപാട് ജോലിയുള്ള ദിവസമാണ്. അടുക്കളയുമല്ല കേട്ടോ, പുറത്ത് ഇഷ്ടം പോലെ ജോലി. നിന്ന് തിരിയാൻ സമയമില്ലാത്ത പോലെ ജോലിയുണ്ട്. അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉച്ചക്കത്തേക്ക് ഫുഡും കൂടെ ഉണ്ടാക്കി വെച്ച് മുറ്റത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇച്ചിരിയുടെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും വെയിൽ വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇറങ്ങി കുറച്ചല്ല മുഴുവൻ ജോലിയും തീർക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കാപ്പുടിയെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തു കേട്ടോ. അപ്പം ഇത് സാമ്പാർ ഇരിപ്പുണ്ട്. ഇനി ഇച്ചിരി കൂർക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കൂർക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂർക്കയ്ക്കകത്ത് കൂർക്ക ഞാൻ വേവിച്ച് വെച്ചേക്കുവാണ്, ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ അതിനേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എണ്ണയൊഴിച്ച് കടുകിട്ട് മുളക് വറുത്തേച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കടുക് വറുത്തേച്ച് അതിനകത്തേക്ക് തേങ്ങാക്കൊത്തിട്ട് ആ കൂടെ തന്നെ ഞാൻ സവോളയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. കൂർക്ക തോരൻ വെക്കുകയും മെഴുക്കുവരട്ടി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്നാണെന്നറിയോ? ഇത് ചിരണ്ടലാണ്. ഇത് ചിരണ്ടി കഴിയുമ്പോഴല്ല കൈ മൊത്തം കറയാകും. പിന്നെ ഈ വലയ്ക്കകത്തും തുണിക്കകത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ വലയ്ക്കകത്തിട്ട് ഇങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും അതിനകത്ത് കുറച്ചൊക്കെ തൊലിയൊക്കെ കാണും. വലുതായിട്ട് കയ്യെ കറ പിടിക്കുകയില്ല. പക്ഷേ ഈ കൂർക്ക ചിരണ്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കയ്യിലെ കറ പോകണമെങ്കിൽ 2 ദിവസം എടുക്കും. കൈ അങ്ങ് ഒരുമാതിരി ആദ്യമേ കരിക്കട്ട മാതിരി ഇരിക്കും. പിന്നെ അത് കുറേശ്ശെ മങ്ങി മങ്ങി പിന്നെ തുണിയൊക്കെ നമ്മൾ ഒരുപാട് കഴുകുകയൊക്കെ ചെയ്യുമെങ്കിൽ കൈ നല്ലപോലെ വെളുക്കും കേട്ടോ. അതിപ്പം ചിലപ്പോൾ ദിവസങ്ങളിൽ നമുക്കങ്ങനെ ഒരുപാട് തുണിയൊന്നും കഴുകാനൊന്നും കാണത്തില്ലായിരിക്കും. അപ്പം ഞാൻ സവോള ഒക്കെ ഇട്ട് വഴറ്റി എന്നാ കൈ കറക്കുമെന്ന് പറഞ്ഞാലും കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക രുചിയാണ് കൂർക്ക തോരൻ വെച്ചാലും മെഴുക്കുവരട്ടി വെച്ചാലൊക്കെ. അപ്പം ഞാൻ സവോള എല്ലാം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ടുള്ള മസാല എല്ലാം കൂടി ചേർക്കണേ. അപ്പോൾ തേങ്ങയും പിന്നെ വെജിറ്റബിൾ മസാലപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടെയാണ് അതിൻ്റെ കൂടെ ചതച്ചത്. അങ്ങനെ തേങ്ങ ഇട്ട് ചതച്ചെടുത്ത് വെച്ച് അതാണ് ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത്. അപ്പോൾ കൂർക്കയ്ക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. സവോള വഴറ്റിയപ്പോൾ ഞാൻ ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഉപ്പ് കൂടി പോയിരിക്കാൻ വേണ്ടി പിന്നെ നോക്കി വെച്ച് പിന്നെ അവസാനം വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേവിച്ച് വെച്ചേക്കുന്ന കൂർക്കയും എടുത്ത് ഇതിലേക്ക് ഇനി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ കൂർക്ക തോരൻ വെക്കുന്നത്. മെഴുക്കുവരട്ടി വെച്ചാലും നല്ലതാണ്. മസാലയൊക്കെ ഇട്ട് നല്ലപോലെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കും. പിന്നെ അല്ലാതെ ഒന്നും ഇടാതെ ചുമ്മാ മെഴുക്കുവരട്ടി വെക്കുന്നവരുണ്ട്. പച്ചമുളകും സവോളയും തേങ്ങാക്കൊത്തും മാത്രം ഇട്ട് വെക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി മീറ്റ് മസാലയോ എന്നേലും ഇച്ചിരി മസാലപ്പൊടി അതിനകത്ത് ചേർക്കുന്നേ. അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി അല്ല തോരനും കൂടെ ശരിയായി. അപ്പോൾ പിന്നെ സാമ്പാർ ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട. ഇനി മീനും കൂടെ വറുത്താൽ മതി. അതും കൂടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ എല്ലാം റെഡിയായി. ഇനിയാണ് പണി തുടങ്ങാൻ പോകുന്നത്. കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാടാണ്. പക്ഷേ എന്നെ കഷ്ടപ്പെട്ടാലുണ്ടല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ലോ അവസാനം ഒരു പ്രയോജനം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇന്ന് പക്ഷേ ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ചേട്ടനുണ്ട്, കണ്ണനുണ്ട്, അച്ചുവുണ്ട്. അച്ചുവിന് പിന്നെ സ്കൂളിൽ നിന്നൊരു ഫോൺ വന്ന് എൻ്റേത് അത്യാവശ്യത്തിന് ഒരു കുട്ടിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ചു പോയി. പക്ഷേ എങ്കിലും കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു അച്ചു അങ്ങനെ ജോലിയൊന്നും ചെയ്യേണ്ടല്ലോ. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തരാനായിട്ട് കൂടെ നിന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കട്ട കെട്ടാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെ കട്ട കെട്ടി തിരിക്കാനായിട്ടാണ്. തിരിച്ചേച്ച് ടയറിനകത്തൊക്കെ മണ്ണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം സിമെൻറ്റ് എടുത്ത് തരാനെല്ലാം കട്ട എടുത്ത് തരാനെല്ലൊക്കെ കണ്ണനും ഉണ്ട്, കൂടെ ചേട്ടനും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ. കാര്യം നമ്മൾ തന്നെ കിടന്ന് എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് പണി ഭയങ്കരമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കണ്ണനും ഞാനും കണ്ണൻ എനിക്ക് കട്ട എല്ലാം എടുത്തുകൊണ്ട് കൊണ്ടു തന്നു. പിന്നെ സിമെൻ്റ് എല്ലാം കൂട്ടിയെടുത്തത് ഞാനാണ്. അതെല്ലാം കൂട്ടിയെല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ അത് എടുത്തുകൊണ്ട് തരാനും പിന്നെ ചേട്ടനാണെങ്കിലും കട്ട വെച്ച് തരാനും എല്ലാം കൂടിയപ്പോഴത്തേക്കുണ്ടല്ലോ ജോലിക്കൊരു സന്തോഷം തോന്നി. കാര്യം നമുക്ക് കൂട്ടത്തിൽ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ രസമല്ലേ വർത്താനമൊക്കെ പറഞ്ഞു തന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഇത് ഒരാളെ നിർത്തി വേണം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കതല്ല കേട്ടോ. എനിക്ക് നമ്മൾ തന്നെത്താനെ ചെയ്യണം. അതിനൊരു പ്രത്യേക സുഖം. ഒന്നാമത് എന്നാന്ന് ചോദിച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിനൊക്കെ ഓരോ രീതിയുണ്ട്. അതിപ്പം നമ്മൾ വരുന്നവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ സമയം കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാമല്ലോ എന്നുള്ളതാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ ഇത്രയൊക്കെ ജോലി ചെയ്തു, ഇത്രയെല്ലാം ഒന്ന് വൃത്തിയാക്കി എന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നും. അതുകൊണ്ട് ഞാൻ പറയും ആരെയും നിർത്തണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. അപ്പം ഞാൻ അവിടുത്തെ കുറേ എല്ലാം ചെയ്ത് കട്ട കെട്ടി വെച്ച് അതിലേക്ക് കുറച്ച് പച്ചക്കറി ടയറിനകത്തുനിന്ന് നട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കാര്യം വെച്ചാൽ ടയർ മാറ്റുന്നതനുസരിച്ച് പച്ചക്കറി നട്ടു കൊടുക്കണ്ടേ. യോ നീ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് കാണാൻ വയ്യതൊന്നും. പോ,
നിൽക്കണം, ഞാൻ അത് ശരിയാക്കി തരാം. മാറ്. ആ നട്ട് വരുവാ, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിലേ ഇത് കാല ശരിക്കും കൊണ്ടല്ലേ കൊച്ചേ. ഇത് ഒരു ശ്രദ്ധയില്ല ജോലി. ഞാൻ ചെയ്തോളാം, അതൊക്കെ മതി കാല് ഒടിയാനായിട്ട്. കുറേശ്ശെ നട്ടാലേ ഇവിടെ നിന്ന് ഈ ടയർ മാറ്റാൻ പറ്റത്തുള്ളൂ. ടയറിനകത്ത് കുറേശ്ശെ മാറ്റുക. ഇവിടെ ഇനി ഇത്രയും കൂടി ഉള്ളൂ മാറ്റാണ്ട്. കാല് നോക്കിയടാ. അതാ മുറിക്കാ വീശിയത്, പതിയൊന്നും അല്ല വീശി. അത്രയും ജോലി ചെയ്തേച്ച് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടേച്ച് ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ പൈപ്പ്, വെള്ളം പോകാനായിട്ടുള്ള പൈപ്പ് ഇടണം. അപ്പോൾ മണ്ണിട്ട് കഴിയുമ്പോഴത്തേക്ക് പൈപ്പ് കടയത്തില്ലേ. അപ്പോൾ അതിനകത്തൂടെ വേറെ പൈപ്പ് ഇട്ട് കൊടുത്ത് ആ ഓവിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളും കൂടെ ചെയ്യണം. അതിന് വേണ്ടിയാണ് അതിലടിച്ച് തന്നെ കണ്ണൻ കാലേ വന്ന് കൊണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടയർ ഞങ്ങൾ കുറേ മാറ്റി കേട്ടോ. മാറ്റിയ ടയറൊക്കെയാണ് ഇത്രയും. ഇനിയുണ്ട് ടയറുകൾ മാറ്റാനായിട്ട്. അപ്പം മാറ്റുന്നതനുസരിച്ച് ഞാൻ എല്ലാം തൂത്ത് സൈഡിലോട്ട് ഒതുക്കി വെക്കുവാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വൃത്തിയാക്കുന്നിടത്ത് തന്നെ പിന്നെയും കിടക്കുമല്ലേ. ഇനി ഇതെല്ലാം ഇവിടുന്ന് മാറ്റാനായിട്ടുള്ളതാണ്. അപ്പോൾ എടുക്കുന്നതിനകത്ത് മണ്ണ് ആ കെട്ടിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം മാറ്റി കെട്ടെല്ലാം മൊത്തം കെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പൈപ്പൊക്കെ ഇട്ട് കൊടുത്ത് കെട്ട് മുഴുവൻ കെട്ടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തൈകളൊക്കെ നട്ട് കൊടുക്കണം. ഇനി ഇവിടെയും കൂടി ഉണ്ട് കുറച്ച് ഒന്ന് കെട്ടിയെടുക്കാനായിട്ട്. ഇവിടെ കെട്ടിയെടുക്കുന്ന എന്നതിനെന്ന് ചോദിച്ചാൽ ചീര നടാനായിട്ടാണ്. ഇവിടെ നല്ല വെട്ടം വെളിച്ചമുണ്ട്. അപ്പോൾ ഇവിടെ ചീര നടുവാണെങ്കിൽ നല്ലപോലെ കിളുക്കൊക്കെ ചെയ്യും. അപ്പം അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ സന്ധ്യയായി, 6 മണിയൊക്കെ ആയി. അപ്പോൾ പെട്ടെന്ന് ഞാനും ചേട്ടനും കൂടെ നിന്ന് പെട്ടെന്ന് അതെല്ലാം കൂടെ ഒന്ന് ചെയ്ത് തീർത്ത് എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെയാണ് ഇനി എടുത്തത്. അപ്പം ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സന്തോഷം തോന്നി. കാര്യം ഇത്രയും സ്ഥലമൊക്കെ പച്ചക്കറി ഇടാനായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റില്ലേ. അടി കോൺക്രീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിട്ട് കൊടുത്താലും നല്ലതായിട്ട് തന്നെ അല്ലേ. വെള്ളം ഒഴിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതും ഇങ്ങനെ ചതുരത്തിലൊന്ന് കെട്ടി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടയറിനകത്തെ മണ്ണെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ജോലിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ കെട്ടെല്ലാം കഴിഞ്ഞു. ഇനി അതിലേക്ക് ഇനി മണ്ണിട്ട് കൊടുക്കണം, പച്ചക്കറി നടണം. ആ വീഡിയോ ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെയൊക്കെ വീണ്ടും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.